വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം സജീവം. ആനയെ മണ്ണുണ്ടിക്ക് സമീപം കണ്ടെത്തി കുങ്കിയാനകളടക്കമുള്ള സംഘം സ്ഥലത്തുണ്ട്. വിവരങ്ങളുമായി ഷിബു ചേരുന്നു. ഷിബു, ഇപ്പോഴും ഈ ആന ആ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? കൃത്യമായും മയക്കുവെടി വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ? പലതവണ കൃത്യമായി മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. എന്നാൽ ഈ കാടിന്റെ മറവുകൾ ഉള്ളതിനാലാണ് മയക്കുവെടി വെക്കാൻ സാധിക്കാതെ വന്നത്. പിന്നെ നട്ടുച്ചയായതോടുകൂടി ഇപ്പൊ കനത്ത വെയിലും ചൂടും ഉണ്ട്. അതിനിടയ്ക്ക് ഒരു ചതുപ്പ് ഭാഗത്തേക്ക് ആന മാറുകയും ചെയ്തു. അങ്ങനെ രണ്ടു മൂന്ന് ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായതോടെയാണ് ഇപ്പോൾ ആനക്കരികിലുള്ള ഈ വെറ്റിനറി സംഘത്തിന് മയക്കുവെടി വെക്കാൻ പറ്റാതെ ആയിരിക്കുന്നത്. ഏതായാലും അവർ അവിടെ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. ദൗത്യ സംഘത്തോടൊപ്പമുള്ള വെറ്റിനറി സംഘം ഇപ്പോൾ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി പരിസരത്തായി ശ്രദ്ധയോടുകൂടി തന്നെയാണ് കാത്തു നിൽക്കുന്നത്. അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ മയക്കുവെടി വെക്കാൻ തന്നെയാണ് തീരുമാനമുള്ളത്. ഏതായാലും ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നുള്ള കാര്യം തന്നെയാണ് DFOയും മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും അറിയിച്ചിട്ടുള്ളത്. അതേസമയം നിർണായകമായ മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ ദിവസം മരിച്ച അജീഷിന്റെ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം ആ സമരത്തിന്റെ സമയത്ത് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന 10 ലക്ഷം രൂപ ഇവിടെ ചെക്ക് അല്പസമയം മുമ്പ് വനംവകുപ്പ് അധികൃതർ അജീഷിന്റെ പടമലയിലെ വീട്ടിലെത്തി കൈമാറി. അതുപോലെ തന്നെ ജെബി മേത്തർ MP, സന്തോഷ് കുമാർ MP തുടങ്ങിയവരൊക്കെ ജനപ്രതിനിധികളും അജീഷിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ അജീഷിന്റെ വീട്ടിൽ എത്തും. അദ്ദേഹം ഇപ്പോൾ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അജീഷിന്റെ വീട് സന്ദർശിക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും സർവകക്ഷി യോഗം നടത്താനുള്ള ഒരു തീരുമാനം തിരുവനന്തപുരത്ത് നിന്നും വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇത് സംബന്ധിച്ച് ഒരു വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നൊരു യോഗം നടക്കുകയും ചെയ്തിരുന്നു. 15-നാണ് നിർണായകമായ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള നിർണായകമായ യോഗങ്ങൾ നടക്കുക. ശരി ഷിബു, ഓപ്പറേഷൻ അവിടെ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളാണ് ഷിബു പങ്കുവച്ചത്.